ഈ മാവിൻ്റെ പിറന്നാളാണിന്ന്. ഇത് നട്ടിട്ടിന്ന് 12 വർഷം തികയാണ്. 2013 ഏപ്രിൽ 30 ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി പന്മനയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് കോളേജിലേക്ക്. കോളേജിൽ സർട്ടിഫിക്കറ്റിന് എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നടന്നു പോകുന്ന വഴി ഒരു വീടിൻ്റെ മതിലിന് പുറത്ത്, അതായത് റോഡരികിലായിട്ട് കുറച്ച് കരിയിലകൾക്കിടയിൽ ഒരു മാമ്പഴം അങ്ങനെ ഒരു പരിക്കും പറ്റാതെ സുന്ദരനായി കിടന്ന് ഞങ്ങളെ മാടി വിളിച്ച്. ഞാനതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കുത്തോ പാടോ പുഴുവോ ഒന്നുമില്ല. ഭയങ്കര മണം, കാണാനും ഭയങ്കര സുന്ദരൻ, നല്ല പഴുത്ത് മഞ്ഞ കളറെന്ന് വെച്ചാൽ പഴുത്ത മാമ്പഴം, മാവിൽ നിന്ന് നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അത് ഞങ്ങൾ കൊണ്ടുപോയി കോളേജിൽ ചെന്നിട്ട് എല്ലാവരും കൂടി പൂളി തിന്നു. എല്ലാവർക്കും ചെറിയ ഓരോ കഷ്ണമേ കിട്ടിയുള്ളൂ. പക്ഷേ അതിൻ്റെ രുചിയും മണവും ഇന്നും എൻ്റെ നാവിലും മനസ്സിലുമുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ മാമ്പഴം ആയതുകൊണ്ട് തന്നെ ഞാൻ ആ മാമ്പഴത്തിൻ്റെ ആ മാങ്ങേണ്ടി കൊണ്ടുവന്ന് വീട്ടിൽ ഇവിടെ കുഴിച്ചിട്ട് വളർത്തിയതാണ്. ഇന്നതിന് 12 വയസ്സായി. പക്ഷേ ഈ മാവ് ഇതുവരെയും പൂത്തിട്ടില്ല, മാമ്പഴം പിടിച്ചിട്ടില്ല. ഞാനിങ്ങനെ 12 വർഷമായിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം അതിന് മുന്നേയുള്ള വർഷങ്ങളിൽ ഞാൻ പറഞ്ഞു, മാങ്ങ പിടിച്ചില്ലെങ്കിൽ നിന്നെ വെട്ടി ദൂരെ കളയും. സാധാരണ അങ്ങനെ പറഞ്ഞാൽ പൂക്കാത്ത മരവും പൂക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മാവിന് യാതൊരു അനക്കവുമില്ല. കാരണം എനിക്കതിനോടുള്ള സ്നേഹം അതിനറിയാം. ഞാനതിനെ എന്നും വന്ന് നിന്ന് ലാളിക്കാറുണ്ടായിരുന്നു, അത് ചെറുതായിരുന്നപ്പോൾ. അപ്പോൾ മാമ്പഴം പിടിച്ചില്ലെങ്കിൽ ഞാനതിനെ വെട്ടിക്കളയില്ലെന്നുള്ളൊരു അഹങ്കാരം കൊണ്ടാവാം ഇതുവരെ ഈ മാവ് പൂത്തിട്ടില്ല. അത്ര രുചിയും മണവും ഉള്ള ഒരു മാമ്പഴമാണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനതിനെ വെട്ടിക്കളയില്ല എന്ന് അറിയാം. പക്ഷേ 10 വർഷത്തിൽ കൂടുതലായി പൂക്കാതെയും കായ്ക്കാതെയും നിന്ന് എൻ്റെ റംബൂട്ടാനോട് ഞാനൊരിക്കൽ പറഞ്ഞു, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, ഈ വർഷം പൂത്തില്ലെങ്കിൽ ഇതിനെ ഞാൻ വെട്ടിക്കളയും എന്ന് അമ്മയോട് അതിൻ്റെ ചോട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ ആ വർഷം തന്നെ അത് പൂത്തു. പക്ഷെ നമ്മുടെ മാവിന് യാതൊരു അനക്കവും ഇല്ല. എന്തായാലും എൻ്റെ പന്മന മാവിന് പിറന്നാൾ ആശംസകൾ.